Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, telephone conversation by Wole Soyinka, FIUGP VSc, Framing Values, Literary and Cultural Narratives for Humanities and Other BA Programs, 3rd semester, Calcutta University. Wole Soyinka is a Nigerian author, best known as a playwright and poet. He was awarded the 1986 Nobel Prize in Literature. Wole Soyinka ഒരു നൈജീരിയൻ ഓഥറാണ്. അവർ കൂടുതൽ ഒരു പ്ലേ റൈറ്റ്, ഒരു നാടകകൃത്ത് എന്ന നിലയിലും പോയറ്റ്, ഒരു കവി എന്നുള്ള നിലയിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1986 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിൽ. ടെലിഫോൺ കോൺവെർസേഷൻ ഇസ് എ 1963 ലിറിക് പോം റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. അപ്പോൾ ഫ്രീ വേഴ്സിൽ എഴുതിയിട്ടുള്ള ഒരു ലിറിക് പോമാണ് 1963 റിട്ടൺ ചെയ്തിരിക്കുന്നത്. The poem explores themes of race, identity and belonging through a phone conversation between a speaker, African, and a potential landlady, English. അപ്പോൾ ഇത് ഒരു കോൺവെർസേഷനാണ്. ഒരു ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരു മാനും അതുപോലെ ഒരു ലാൻഡ് ലേഡി, അവർ ഇംഗ്ലീഷുകാരിയാണ്. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, ഒരു ഫോൺ കോൺവെർസേഷനാണ്. ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് റേസ്, വംശം, അതുപോലെ ഐഡൻറ്റിറ്റി, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെയാണ് അതിൽ തീമായിട്ട് വരുന്നത്. ദ സ്പീക്കർ ഇനീഷ്യലി എൻകൗണ്ടേഴ്സ് സൈലൻസ് ആൻഡ് സ്റ്റീരിയോടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദെയർ സ്കിൻ കളർ റിഫ്ലക്റ്റിംഗ് ദ റേസിസം പ്രിവാലന്റ് അറ്റ് ദ ടൈം. അപ്പോൾ ഇതിൽ സ്പീക്കർ തുടക്കത്തിൽ ഒരു സൈലൻസ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അവരുടെ ആ ഒരു ആഫ്രിക്കൻ മാൻ്റെ ഈ ഒരു ലാൻഡ് ലേഡി അവരുടെ കളർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ക്വസ്റ്റ്യനാണ്. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു നിങ്ങളുടെ സ്കിൻ കളർ എന്താണ്. ഒരുപാട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. An American man is looking for a room to rent and he finds an advertisement in a newspaper. അപ്പോൾ ഈ ആഫ്രിക്കൻ മാന് ഒരു റൂം റെൻറ്റിന് ഒരു റൂം അന്വേഷിക്കുകയാണ്. അങ്ങനെ അവർ ഒരു ന്യൂസ് പേപ്പറിലെ പരസ്യം കണ്ടിട്ടാണ് ഈ ഒരു ഇംഗ്ലീഷ് ലേഡിക്ക് വിളിക്കുന്നത്. As the man had bitter experiences with such ads earlier, he makes a telephone call to the landlady from a public telephone booth. അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ മാൻ ഒരു മോശമായിട്ടുള്ള അനുഭവം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഈ ഒരു ലാൻഡ് ലേഡിക്ക് വിളിച്ച സമയത്ത് ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹി ടെൽസ് ദ ലേഡി ദാറ്റ് ഹി ഈസ് എ ബ്ലാക്ക് മാൻ ആൻഡ് ആസ്ക് ഇഫ് ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. അപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഞാൻ ഒരു ബ്ലാക്ക് മാനാണ്, എൻ്റെ സ്കിൻ കളർ എന്ന് പറയുന്നത് ബ്ലാക്കാണ്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ, എനിക്കൊരു റൂം റെൻറ്റിന് നൽകുമോ എൻ്റെ ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട്. The lady hesitated for a while. She wants to know if he is completely black or half black. അപ്പോൾ ആ ഒരു ലേഡി ഇത് കേട്ട സമയത്ത്, ആ ഒരു മനുഷ്യൻ എൻ്റെ സ്കിൻ കളർ, തൊലി എന്ന് പറയുന്നത് കറുത്തിട്ടാണെന്ന് കേട്ട സമയത്ത് കുറച്ച് മടിയോട് കൂടി അവർ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ബ്ലാക്ക് എന്ന് പറയുന്നത് ഫുൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണോ, മുഴുവനായിട്ട് നിങ്ങൾ കറുത്തിട്ടാണോ, അതോ ഹാഫ് ബ്ലാക്ക് ആണോ, പകുതി മാത്രമേ കറുത്തിട്ടുള്ളൂ, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. When the man says that he is not completely black because his palms and soles are white. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് അല്ല, എൻ്റെ ഉള്ളം കൈകളൊക്കെ എന്താണ് വെളുത്തിട്ടാണെന്ന് പറയുന്നുണ്ട്, അതൊന്നും ബ്ലാക്ക് അല്ല എന്ന് പറയുന്നുണ്ട്. The lady goes silent and hangs the phone even though the man pleads with her to at least meet him in person to see for herself if he is totally black. അപ്പോൾ ഇത് കേട്ടതോടുകൂടി ആ ഒരു ലാൻഡ് ലേഡി സൈലൻ്റ് ആയി എന്നാണ് പറയുന്നത്. പിന്നീട് അവരൊന്നും സംസാരിക്കുന്നില്ല, അങ്ങനെ ഫോണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു ആഫ്രിക്കൻ മാൻ അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ നേരിട്ടൊന്ന് കാണൂ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. The poem shows how racial discrimination prevails hidden in the hearts of individuals. അപ്പോൾ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രത്തോളം വംശീയ വിവേചനം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. ആളുകളുടെ
ഹൃദയങ്ങളിലെ ഈ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു വർണ്ണവിവേചനം നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ ലാൻഡ് ലേഡി ഷോസ് ഡബിൾ സ്റ്റാൻഡേർഡ്സ്. അതുപോലെ ഈ ഒരു ലാൻഡ് ലേഡി നമുക്ക് കാണാൻ കഴിയും, അവരൊരു ഡബിൾ സ്റ്റാൻഡേർഡ്, അതായത് ഒരേ സമയം രണ്ട് തോണിയിലും കാലിടുക എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു ലാൻഡ് ലേഡിക്ക് ഉണ്ടായിരുന്നത്. ഷീ പ്രസൻറ്റ് ആൻ ഓപ്പൺ മൈൻഡഡ് ഫ്രണ്ട് അബൌട്ട് ഹർ ഹെസിറ്റേഷൻസ് സച്ച് എസ് അണ്ടർലൈങ് ബയാസസ്. അപ്പോൾ അവർ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത്, പക്ഷേ അവരുടെ ആ ഒരു ബയാസസ്, അവർക്ക് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവർക്കൊരു ചായ്വ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഫോൺ ചെയ്യുന്ന സമയത്ത് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അവർക്കൊരു മടി, സംസാരിക്കാനുള്ളൊരു മടി നമുക്ക് കാണാൻ കഴിയും. ദ പോം ഓൾസോ ക്യാപ്ചേഴ്സ് ദ ഫ്രസ്ട്രേഷൻ ഓഫ് ദ ബ്ലാക്ക് മാൻ. അതുപോലെ തന്നെ ആ ഒരു ആഫ്രിക്കൻ മാൻ്റെ ഫ്രസ്ട്രേഷൻ ഈ ഒരു പോയത്തിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈസ് ആങ്കേർഡ് ബൈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് സച്ച് ഇൻഡിവിജ്വൽസ് ആസ് ദ ലാൻഡ് ലേഡി. അപ്പോൾ ആ ഒരു ലാൻഡ് ലേഡീനെ പോലെയുള്ള ഒരു സ്ത്രീ ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ട്. അതായത് അവർ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും അവരോട് ആ ഒരു ബ്ലാക്ക് എന്ന് കേൾക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു ബയാസ്, ആ ഒരു റേസ് ഡിസ്ക്രിമിനേഷൻ അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ബ്ലാക്കാണ്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണോ, ഹാഫ് ബ്ലാക്ക് ആണോ എന്നുള്ളതൊക്കെ. അതിൽ ഈ ഒരു ആഫ്രിക്കൻ മാന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഫസ്റ്റ് ഈസ് ആംഗ്രി ഓവർ ദ ലേഡീസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹിസ് എക്സാക്ട് ഷെയ്ഡ് ഓഫ് കളർ. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു, അദ്ദേഹത്തിൻ്റെ കളറ് ഹാഫ് ബ്ലാക്ക് ആണോ, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണോ എന്നൊക്കെ ചോദിച്ച സമയത്ത്. ദെൻ ഹി ബിക്കംസ് എൻറേജ്ഡ് ആൻഡ് ഹി സ്പ്രെഡ് ഓൾ ഓവർ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ടെലിഫോൺ കോൺവെർസേഷൻ ഈസ് ഫോൺ പ്ലീഡിങ് വിത്ത് ദ ലാൻഡ് ലേഡി ടു കൺസിഡർ ഹിം. പക്ഷേ ഈ ഫോൺ കോളിൻ്റെ എൻഡിൽ അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടെങ്കിലും, അദ്ദേഹത്തിൻ്റെ ആ ഒരു കളറിനെ കുറിച്ചിട്ട് ചോദ്യം ചെയ്തതിൽ ദേഷ്യം ഉണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു ലാൻഡ് ലേഡിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ പരിഗണിക്കണം, എനിക്കൊരു റൂം റെൻറ്റിന് നൽകണം, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ ആസ്ക് ദ ലാൻഡ് ലേഡി ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ ബിഫോർ കമ്മിങ് ടു എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആണോ എന്നൊക്കെ കണ്ടതിന് ശേഷം നമുക്കൊരു ഡിസിഷൻ എടുക്കാം എന്ന് പറയുന്നുണ്ട്. ബട്ട് ദ ലാൻഡ് ലേഡി റെഫ്യൂസസ് എനി ഫർദർ ഡീലിംഗ് വിത്ത് ദ മാൻ വൺസ് ഷീ കൺഫേം ദാറ്റ് ഹിസ് ബ്ലാക്ക്. പക്ഷേ ലാൻഡ് ലേഡി അതൊക്കെ നിരസിക്കുകയായിരുന്നു. അവർക്ക് മനസ്സിലായി, അതായത് നേരിട്ട് മീറ്റ് ചെയ്ത് അയാൾ എത്രത്തോളം ബ്ലാക്ക് ഉണ്ട് എന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ലാൻഡ് ലേഡി എന്ത് ചെയ്യുമായിരുന്നു, ആഫ്രിക്കൻ മാനെ റെഫ്യൂസ് ചെയ്യായിരുന്നു, നിരസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ദ പോം സ്ട്രോങ്ലി ക്രിട്ടിസൈസസ് ദ ഡീപ് റൂട്ടഡ് റേഷ്യൽ പ്രെജുഡൈസസ് ഇൻ സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു മുൻവിധിയെക്കുറിച്ചിട്ടാണ് ഈ ഒരു പോം ക്രിട്ടിസൈസ് ചെയ്യുന്നത്, വിമർശിക്കുന്നത്. അതായത് ഈ ഒരു റേസ് ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു വംശീയ വിവേചനം, ഈ ഒരു വർണ്ണവിവേചനം, കളർ ഡിസ്ക്രിമിനേഷൻ എത്രത്തോളം ആളുകളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് ഈ കവിത എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. ത്രൂ the straightforward but loaded dialogue between the two characters captures the dehumanizing experience of being judged only by skin color. അതുപോലെ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡയലോഗിലൂടെ ആ ടു ക്യാരക്ടേഴ്സിന് തമ്മിലുള്ള ഒരു ഡയലോഗ്സിലൂടെ നമ്മുടെ പോയറ്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യത്വമില്ലാത്ത ആ ഒരു അനുഭവത്തെക്കുറിച്ചിട്ട്, അതായത് ഒരാളെ അയാളുടെ തൊലിപ്പുറത്തുള്ള ആ ഒരു കളർ കൊണ്ട് ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദ ഐറണി ആൻഡ് അബ്സർഡിറ്റി ഓഫ് ദ ഇൻട്രാക്ഷൻ ഹൈലൈറ്റ് ഹൗ കോമൺ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ സ്റ്റിൽ ഈസ് ഈവൻ ഇൻ എവറിഡേ ആക്ടിവിറ്റീസ് ലൈക്ക് അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ്. അതുപോലെ ഇതിൽ ഐറണി, അതുപോലെ അബ്സർഡിറ്റി ഒക്കെ ഇതിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ എവരുടെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ്, അതായത് ഒരാൾക്ക് താമസിക്കാനുള്ള ഒരു റൂം, റെൻറ്റിനൊരു റൂം എടുക്കുന്ന സമയത്തൊക്കെയാണ് ഇത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് ഇതിൽ നമുക്ക് കാണാം.